എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു അങ്കമാലി സ്റ്റൈൽ പോർക്ക് കറിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പോർക്കാണ് എടുത്തിട്ടുള്ളത്. പോർക്ക് 1 കിലോ ആണ് നമ്മളിവിടെ നല്ല ക്ലീനാക്കി ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് ചെയ്യാൻ നേരത്തെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് നല്ല ക്ലീനായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ക്ലീൻ ചെയ്യാനാണ് അതിൻ്റെ മെയിൻ പരിപാടി. അപ്പം നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം നമുക്ക് അധികം വൈകാണ്ട് തന്നെ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം അതിനായിട്ട് നമ്മളിപ്പോൾ ആദ്യം നമ്മുടെ പീസസ് എല്ലാം കുക്കറിലാക്കിയിട്ട് വേവിക്കാനായിട്ട് വെക്കുവാണ്. അപ്പം നമ്മളതിലേക്ക് ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടിയേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു 2 ടീസ്പൂണോളം ഉപ്പ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. ഒരു 2 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് വേവിച്ചെടുക്കാം നന്നായിട്ട്. ഇനി അത് വെന്ത് വരുന്ന സമയത്തിന് നമുക്ക് കറിയിലേക്കുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. ഒരു 10-20ഓളം ചെറിയുള്ളി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്, വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാൻ ഇവിടെ ഒരു 5-6 കഷ്ണം വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. നിങ്ങളിതിൽ ചെറിയുള്ളി തന്നെ പ്രത്യേകം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ സവാള എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇത്ര നന്നായിട്ട് കിട്ടില്ല. അതുകൊണ്ട് ചെറിയുള്ളി തന്നെ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പെട്ടെന്ന് ഇതെല്ലാം ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. നിങ്ങൾക്ക് മിക്സിയിൽ അരയ്ക്കണമെങ്കിൽ അരയ്ക്കാം, പക്ഷേ അരിഞ്ഞിടുന്നതിനായിരിക്കും അതിൻ്റേതായ ഒരു പ്രത്യേക രുചി ഉണ്ടാവും. അതുകൊണ്ട് ഞാനിവിടെ ഇതെല്ലാം അരിഞ്ഞെടുക്കുകയാണ്. നമുക്കൊരു കുറച്ച് സമയം എടുക്കുമായിരിക്കും ഇതിന് വേണ്ടി, പക്ഷേ ഇതിനായിരിക്കും നമ്മൾ മറ്റേ രീതിയിൽ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുക ഇങ്ങനെ അരിഞ്ഞിടുമ്പോഴായിരിക്കും. അതുകൊണ്ട് ഞാനിതെല്ലാം പെട്ടെന്നൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മളിതെല്ലാം ഇവിടെ നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ വേവിക്കാൻ വെച്ചത് എന്തായെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് നമ്മളിപ്പോൾ 3 വിസിലടിച്ചപ്പോഴാണ് കേട്ടോ തുറന്നത്. അപ്പോഴത്തേക്കും ഇത് നന്നായിട്ട് നമ്മുടെ ആവശ്യത്തിന് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ 2 വിസിലടിച്ചപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കിയായിരുന്നു, പക്ഷെ അത്ര വെന്തിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പം നമുക്കിനി ഇതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് യൂസ് ചെയ്തത്. നമുക്ക് സാധാരണ വെളിച്ചെണ്ണ ആണെങ്കിലും ഉപയോഗിക്കാം. ഇപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ തന്നെ നമുക്കിത് നന്നായിട്ട് നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ നമുക്കതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആ ഒരു നിറം ആവുന്ന വരെ നമുക്കിതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ആ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചിയും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി പിടിപ്പിക്കാം. ഇനി അതൊന്ന് ചെറുതായിട്ട് ഇപ്പോൾ ഇട്ട ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് വഴന്ന് വരുന്ന വരെ നമുക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് നന്നായിട്ട് ഇളക്കി പിടിപ്പിക്കാം.
അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിവിന് അനുസരിച്ച് ഇതിൽ അളവിന് വേരിയേഷൻസ് വരുത്താം. നമ്മളിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മല്ലിപ്പൊടിയും നമ്മൾ 2 ടേബിൾ സ്പൂൺ തന്നെ ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. നമ്മളിത് നന്നായിട്ട് എന്നിട്ടൊന്ന് ഇളക്കി പിടിപ്പിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കറിക്ക് ആവശ്യത്തിന് നമുക്ക് മീറ്റ് മസാലയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. മീറ്റ് മസാലയും നമ്മളിതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഒന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. പൊടി കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ ആകുമ്പോൾ അത് അടുക്കി പിടിക്കത്തില്ല. നന്നായിട്ടത് ഇളക്കി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് കുറച്ച് പോർക്ക് വേവിച്ചതിൻ്റെ ഗ്രേവി കുറച്ച് ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കഷ്ണവും കൂടെ മൊത്തം ചേർത്ത് കൊടുത്ത് നന്നായിട്ടത് ഇളക്കി യോജിപ്പിക്കുകയാണ്. അത് അതിൻ്റെ നെയ്യ് ഉള്ളതുകൊണ്ട് തന്നെ അത് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് അവസാനം നമുക്കിതുപോലെ നമുക്കൊന്ന് സിമ്മിട്ട് നമുക്കൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പം നല്ല തിള വരണ്ട, ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്കിനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ ആദ്യം വേവിച്ചപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ബാക്കി നമുക്കിനി ഉപ്പ് വേണമെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് രണ്ടും കൂടെ ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതൊന്ന് ചെറിയ സിമ്മിലിട്ട് തിളപ്പിക്കുക. ചെറുതായിട്ട് ആ നെയ്യെല്ലാം പിന്നെയും പൊങ്ങി വരുമ്പോഴത്തേന് നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പോർക്ക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നമ്മളിന്നിവിടെ ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് സെക്ഷനിൽ ഞങ്ങളെ അറിയിക്കുക. ഇതുപോലുള്ള അടിപൊളി കണ്ടൻറ്റ്സ് ഇനിയും കാണാനായിട്ട് സ്റ്റേ ട്യൂൺഡ്.